ഹായ്, നമ്മളിപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയോ? നമ്മുടെ UDFൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആകാൻ പോകുന്ന VD സതീശിൻ്റെ വീട് കാണാനാണ് നമ്മൾ ആലുവ പറവൂരിലാണുള്ളത്. പറവൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് VD സതീശിൻ്റെ ഓഫീസും വീടും ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി പ്രഖ്യാപനം വരെ വന്നേക്കാവുന്ന, മുഖ്യമന്ത്രി പദവി ഒഴിച്ച് വേറൊരു പദവിയും സ്വീകരിക്കില്ല എന്ന ഒറ്റ പിടിവാശിയിൽ നിൽക്കുകയാണ്. അപ്പോൾ VD സതീശിൻ്റെ വീട് കാണാനാണ് നമ്മൾ പോകുന്നത്. ആലുവ പറവൂരാണിത്. പറവൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. UDFൻ്റെ മുത്താണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്, അടുത്ത മുഖ്യമന്ത്രി. ഈ റോഡിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ പറഞ്ഞുതരാം. കാരണം ആ ഒരു റോഡിൻ്റെ പേര് എഴുതി വെച്ച ആ ബോർഡ് ഞാൻ വിട്ടുപോയി. തിരിച്ചു പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ റോഡിൻ്റെ പേര് പറഞ്ഞുതരാം. KSRTC സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഓഫീസും വീടൊക്കെ കൂടിയിട്ടാണ് കേട്ടോ. ഇതാ എൻ്റെ ബാക്കിൽ കണ്ടോ, അംബേദ്കർ പാർക്ക് വ്യൂ റോഡ്, സ്റ്റേഡിയം റോഡ് എന്നൊക്കെയാണ് ഈ ഒരു റോഡിന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ കൂടെ കുറച്ച് മുന്നോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ VD സതീശൻ എന്നുള്ള നെയിം ബോർഡ് നമുക്ക് കാണാൻ പറ്റും എന്നാണ് അറിഞ്ഞത്. അപ്പോൾ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയുടെ വീട് കാണാനാണ് കേട്ടോ നമ്മൾ പോണത്. മുഖ്യമന്ത്രി പദവി ഒഴികെ ബാക്കി ഒരു പദവിയും സ്വീകരിക്കില്ല എന്ന ഒറ്റ പിടിവാശിമേൽ ഒറ്റക്കാലിൽ നിൽക്കുകയാണ് നമ്മുടെ VD സതീശൻ. 5 മിനിറ്റായി നടപ്പ് തുടങ്ങിയിട്ട്. നല്ല വെയിലാണ്. ഇവിടെ ഒരു ബോർഡും കാണാനില്ല. നോക്കാം. അപ്പോൾ നമ്മൾ KSRTC സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴി പോകുന്നുണ്ട്. ആ വഴി കൂടെ വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞപ്പോൾ ഒരു എറണാകുളം വരാപ്പുഴ റൂട്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ റോട്ടിലേക്ക് എത്തി. കണ്ട, അപ്പം ഒരു 50 മീറ്റർ നടന്നു കഴിയുമ്പോൾ നമുക്കൊരു നെയിം ബോർഡ് കാണാം. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടല്ലോ, ഈ വഴി ഇങ്ങോട്ട് വരുമ്പോൾ ഇതാ ഇവിടെ അഡ്വക്കേറ്റ് VD സതീശിൻ്റെ നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. റോഡ് ക്രോസ് ചെയ്തു. ഇനി ഞാൻ നെയിം ബോർഡ് കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ. അപ്പം നമ്മുടെ പറവൂർ KSRTC സ്റ്റാൻഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള വഴി കൂടെ വരുമ്പോൾ, ആ വഴി വന്ന് ഒരു റോഡ് പോലെ വരുമ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വരുമ്പോഴാണ് ഈ ഒരു ബോർഡ്. ലെഫ്റ്റ് തിരിഞ്ഞിട്ട് വീണ്ടും അടുത്ത റൈറ്റാണ് കേട്ടോ ഈ ഒരു ബോർഡ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ ഒരു വഴി കൂടെ പോവാണ്. വേലി, പണ്ടത്തെ വേലി. പറവൂരാണ് സ്ഥലം. ഇതാ ഈ ഒരു റോഡ് കയറിയിട്ടാണ് നമ്മൾ വന്നത്. വഴി കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലെ കുറച്ച് അകത്തോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലെ ഫസ്റ്റ് വീടാണ് കേട്ടോ. ദേവരാഗം എന്നാണ് വീടിൻ്റെ പേര്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് വീട്. കണ്ട, ദേവരാഗം എന്ന് നെയിം ബോർഡൊക്കെ ഉണ്ട്. വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ടേക്കാണ്. ജസ്റ്റ് നമുക്കൊന്ന് കയറി ചെല്ലാം. അപ്പോൾ ഇതാ പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവല്ല കേട്ടോ, കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആവാൻ പോകുന്ന ആളാണ്. അപ്പോൾ ആളുടെ വീടും ഓഫീസും ഒക്കെ കൂടിയിട്ടാണിത് പറവൂര്. നെയിം ബോർഡ് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഉണ്ടല്ലോ, അഡ്വക്കേറ്റ് VD സതീശൻ. ഹൗസ് നമ്പറൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ പേര് ദേവരാഗം എന്നാണ്. അപ്പോൾ നമുക്ക് അകത്ത് പോയി കണ്ടിട്ട് വരാം. കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ, ഉണ്ടോ ചക്ക ഉണ്ടോ, ഇഷ്ടം പോലെ ചക്ക എടുത്തിട്ടുണ്ടോ നോക്കാം. എടുത്തിട്ടില്ല.
അപ്പം ഇതാണ് നമ്മുടെ അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വീടെന്ന് പറയുന്നത്. ഓഫീസും വീടും കൂടിയിട്ടാണ് കേട്ടോ. ശരിക്കുള്ള വീട് വേറൊരു സ്ഥലത്താണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ കാണിച്ചു തരാം. കണ്ടല്ലോ, ഇവിടെ ഓഫീസിലെ സ്റ്റാഫുകളുണ്ട്, പാർട്ടിക്കാരുണ്ട്, അങ്ങനെ കാണാൻ വന്നവരുണ്ട്. പക്ഷേ ഇപ്പോൾ വി ഡി സതീശൻ നമ്മുടെ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാണ് കേട്ടോ. പേര് പറഞ്ഞ് വിളിക്കുന്നതിൽ ക്ഷമിക്കുക. അപ്പോൾ തിരുവനന്തപുരത്താണോ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഞാൻ അങ്ങനെ അഡ്വാൻസ്ഡായിട്ട് പറയാണ്, മിക്കവാറും വി ഡി സതീശൻ തന്നെയായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ കോൺഗ്രസ് ഇനി അടുത്ത ഭരണത്തിൽ വന്നാൽ ഒരുപാട് കാര്യങ്ങൾ, സ്ത്രീകൾക്ക് സൗജന്യ യാത്രയടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ നടപ്പിലാവും. ഇപ്പം നമ്മുടെ വി ഡി സതീശൻ്റെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വീട് കണ്ടല്ലോ. ഇതാണ് കേട്ടോ വി ഡി സതീശൻ്റെ വീടെന്ന് പറയുന്നത്.